എല്ലാവർക്കും നമസ്കാരം. റേഷ്യോയുടെ അടുത്ത പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. പേജ് നമ്പർ 141-ലെ രണ്ട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. ദ സൈഡ്സ് ഓഫ് റെക്ടാംഗിൾ ആർ ഇൻ ദ റേഷ്യോ 4:5. By what fraction should the shorter side be increased to make it a square? അതായത് ഒരു റെക്ടാംഗിൾ ഉണ്ടായിരുന്നു. ആ റെക്ടാംഗിളിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് തന്നിട്ടില്ല, അതിന്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അതായത് എത്രയാണ്? 4:5 എന്ന റേഷ്യോയിലാണ് അതിന്റെ ബ്രെഡ്ത്തും ലെങ്ത്തും. ബ്രെഡ്ത്താണ് ആദ്യം, ബ്രെഡ്ത്ത് ആയിരിക്കുമല്ലോ ചെറുത്. ഇനി by what fraction should be shorter side be increased to make it a square? ഇതിനൊരു സ്ക്വയർ ആക്കണമെങ്കിൽ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 4 സൈഡ് ഈക്വൽ ആയിരിക്കും. ഇതിനെ സ്ക്വയർ ആക്കണമെങ്കിൽ ഇതിന്റെ ഷോർട്ടർ സൈഡ് മീൻസ് ബ്രെഡ്ത്തിനെ എത്ര കൂട്ടണം? ബൈ വാട്ട് ഫ്രാക്ഷൻ, എത്ര ഫ്രാക്ഷൻ ഈ ബ്രെഡ്ത്ത്, ഇപ്പൊ ഈ ബ്രെഡ്ത്തിന് എത്രയുണ്ടോ ലെങ്ത്, അതിൻ്റെ ആ നീളം, ആ ബ്രെഡ്ത്ത് എത്രയുണ്ടോ അതിൻ്റെ എത്ര ഫ്രാക്ഷൻ അത് ഇൻക്രീസ് ചെയ്താലാണ് ഇതൊരു സ്ക്വയർ ആയി മാറുക. കൺഫ്യൂഷൻ ആവണണ്ട. അതായത് ഒരു റെക്ടാംഗിൾ ഉണ്ട്. ആ റെക്ടാംഗിളിൽ ഇപ്പം ഇതൊരു 4 സെന്റിമീറ്ററും ഇത് 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആയിരിക്കുക. സെന്റിമീറ്റർ കറക്റ്റ് അളവ് നമുക്ക് തന്നിരിക്കാം. അപ്പൊ നമ്മളോട് പറയുകയാണ് ഈ ബ്രെഡ്ത്ത് എത്ര കൂട്ടിയാലാണ് ഇതൊരു സ്ക്വയർ ആയി മാറുക എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അറിയാം അല്ലേ. ഇതിന് 2 സെന്റിമീറ്റർ കൂട്ടിയാൽ മതി. അപ്പൊ 4 എന്നുള്ളത് 2 സെന്റിമീറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 6 ആയി മാറും. അപ്പൊ ഇതും 6 ആയി ഇതും 6 ആവുമ്പോൾ എന്താവും? ഇതിന്റെ ലെങ്ത് ഇത്രയും കൂടി കൂടും. അപ്പൊ ഇതിങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് മാറും. മനസ്സിലായില്ലേ? പക്ഷെ ഇതിവിടെ നമുക്ക് ലെങ്ത് നേരെ തന്നിട്ടില്ല, അതിന് വരെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. പിന്നെ മാത്രമല്ല നമ്മളോട് ചോദിച്ചിരുന്നത് എത്ര ഫ്രാക്ഷൻ എത്രയാണ് വരാം. മനസ്സിലായ? ഇത് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് നമ്മുടെ ബുദ്ധിനൊന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടി വരും. നമ്മുടെ ബുദ്ധി 4:5 എന്ന റേഷ്യോയിലാണല്ലോ. അപ്പൊ ബ്രെഡ്ത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം 4x ആൻഡ് ലെങ്ത് ഈക്വൽസ് 5x. നമ്മളിപ്പോൾ ഇത് വരയ്ക്കും എല്ലാതും ഈ ആൾജിബ്രയിൽ ഇങ്ങനെ വേരിയബിൾ ഇട്ട് കൊടുത്തിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാരണം അങ്ങനെ തന്നെ നമുക്ക് ചെയ്തു വരാം. ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തു പോയാൽ മതി, അല്ലാതെ അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. ഇത് 4x ഇത് 5x ആയിട്ട് വിചാരിച്ചു. ഈ 4xന് നമുക്ക് 5x ആക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ എത്ര ഈ 4xന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും? 5x ആക്കണമെങ്കിൽ അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. 4xന്റെ കൂടെ ഒരു x കൂട്ടിയാൽ മതി, 5x ആവും അല്ലേ. അപ്പൊ ഈ ഒരു x ആണ്. ഈ ഒരു x എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഫ്രാക്ഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഈ ഒരു x എന്ന് പറയുന്നത് 4xന്റെ എത്ര ഭാഗമാണ് എന്നാണ് അറിയേണ്ടത്. മനസ്സിലായി? അല്ലാണ്ട് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവുന്നല്ല ചോദിച്ചിരിക്കുന്നത്. ബൈ വാട്ട് ഫ്രാക്ഷൻ, ഈ 4xന്റെ എത്ര ഫ്രാക്ഷൻ ഈ 4xന്റെ കൂടെ ആഡ് ചെയ്താലാണ് 5x ആവുക എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, 1x ആഡ് ചെയ്താൽ മതി. ഈ 1x 4xന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5x ആവും. അത് മനസ്സിലായല്ലോ. ഇനി 1x എന്ന് പറയുന്നത് കിട്ടാൻ 4xന്റെ കൂടെ ഏത് ഫ്രാക്ഷൻ ആണ് ഇൻഡ്യൂ ചെയ്യേണ്ടത്? അതായത് 4xന്റെ എത്ര ഫ്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4x ഇൻറ്റു ഏതോ ഒരു ഫ്രാക്ഷൻ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവിടെ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് ഇടാം, ഒരു ഡാഷ് ഇട്ട് കൊടുക്കാം. ഈ ഡാഷിന്റെ അവിടെ കിടക്കുന്ന ഫ്രാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 4xനെ ഏതോ ഒരു ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതാണ്. ആ ഏതോ ഒരു അജ്ഞാതമായൊരു ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു x കിട്ടുക. മനസ്സിലായില്ലേ? ഒരു എക്സിന് എഴുതിയാലും കുഴപ്പമില്ല, എക്സ് മാത്രം എഴുതിയാലും 1x തന്നെയാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഈ ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ ഈ ഡാഷിനെ നമുക്ക് ഇവിടെ നിർത്താം. നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്. ഈ ഡാഷിനെ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ അപ്പോൾ ഓൾറെഡി അപ്പുറത്ത് ഒരു x ഉണ്ട് അല്ലേ, ഒരു 1x കിടക്കുന്നുണ്ട്. ഈ 4xനെ നമ്മൾ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇത് ഇൻറ്റു ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ 4x ആയിട്ട് മാറും. അപ്പൊ ഇതിനെ കളയുമ്പോൾ എക്സും നമുക്ക് വെട്ടിക്കളയാം. അപ്പൊ നമുക്ക് കിട്ടി 1/4. അപ്പൊ ഏതായിരുന്നു ആ ഫ്രാക്ഷൻ? 1/4. മനസ്സിലായോ? അപ്പോ ഏത് ഫ്രാക്ഷൻ കൊണ്ട് ഈ 4xനെ എന്താ പറയുന്നത്, എന്താണ് ചോദ്യം? ബൈ വാട്ട് ഫ്രാക്ഷൻ ഷുഡ് ബി ഷോർട്ടർ സൈഡ് ഇൻക്രീസ്ഡ്. ഷോർട്ടർ സൈഡിനെ എത്ര ഫ്രാക്ഷൻ
ഇൻക്രീസ് ചെയ്താൽ അങ്ങനെയൊക്കെ പറയണത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ്. അതായത് ഈ ഷോർട്ടർ സൈഡിനെ നമ്മളൊരു ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ, ആ ആൻസർ ഈ ഷോർട്ടർ സൈഡിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ലോങ്ങർ സൈഡിൻ്റെ ലെങ്ത്തും ഷോർട്ടർ സൈഡിൻ്റെ ലെങ്ത്തും ഈക്വൽ ആവും. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയാൽ അതിൻ്റെ അർത്ഥം ആ റെക്റ്റാങ്കിൾ ഒരു സ്ക്വയർ ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പോലെ പറഞ്ഞിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ഇത്രയേ അറിയേണ്ട കാര്യമുള്ളൂ. നമുക്ക് ആ ഫ്രാക്ഷൻ കിട്ടി. 1/4 എന്ന ഫ്രാക്ഷൻ ഈ 4xന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4xന്റെ 1/4 ഭാഗം 4xന്റെ കൂടെ ആഡ് ചെയ്താൽ 5x ആയി മാറും. അപ്പം അതൊരു സ്ക്വയർ ആയിട്ട് മാറുന്നു. ശരിയാണോ എന്ന് നോക്കി നോക്കാം. അതായത് 4x എന്ന് പറയുന്നതിനെ നമ്മൾ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ 4ഉം 4ഉം വെട്ടിപ്പോയി. x × 1 x. ഇനി 4xന്റെ കൂടെ ഈ x ആഡ് ചെയ്താൽ 5x കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ 4xന്റെ എത്ര ഫ്രാക്ഷൻ ആണ്? എത്ര ഫ്രാക്ഷൻ 4xന്റെ കൂടെ ആ ഷോർട്ടർ സൈഡ് എന്ന് പറഞ്ഞാൽ 4x അതിന്റെ കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് ഈ റെക്റ്റാങ്കിള് ഒരു സ്ക്വയർ ആയി മാറുക എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അത് കിട്ടി. അപ്പൊ 1/4 ആണ് ആ ഫ്രാക്ഷൻ. Then അതിലൊരു ക്വസ്റ്റ്യൻ കൂടി, ബൈ വാട്ട് ഫ്രാക്ഷൻ ഷുഡ് ബി ലോങ്ങർ സൈഡ് ബി ഡിക്രീസ്ഡ്? നേരത്തെ ചെയ്തതിന്റെ ഓപ്പോസിറ്റ്. അതായത് ഈ ഒരു സൈഡിനെ ഇത് 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ഉള്ളൊരു റെക്റ്റാങ്കിൾ ആണെന്ന് വിചാരിക്കും. 4 സെന്റിമീറ്ററിനെ എത്ര ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്ക്വയർ ആയി മാറും എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്താൽ മതി. അപ്പം 4ഉം 2ഉം 6. അപ്പം 6 6 ആയി ഇതൊരു സ്ക്വയർ ആയി മാറും. അതേപോലെ തന്നെ ലോങ്ങർ സൈഡിനെ എത്ര സെന്റിമീറ്റർ ഡിക്രീസ് ചെയ്താലും ഇതൊരു സ്ക്വയർ ആയിട്ട് മാറും ഇല്ലേ? അപ്പൊ ഇതിനെ എത്ര സെന്റിമീറ്റർ ഡിക്രീസ് ചെയ്യേണ്ടി വരും? 2 സെന്റിമീറ്റർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 സെന്റിമീറ്റർ എന്നുള്ളത് 6 സെന്റിമീറ്റർ എന്നുള്ളത് 4 ആയി മാറും. അപ്പൊ ഇതിന്റെ ലെങ്ത് ഇങ്ങനെ കുറഞ്ഞിട്ട് ഇത് 4 സെന്റിമീറ്റർ ഈച്ച് വരുമ്പോൾ അതൊരു സ്ക്വയർ ആയിട്ട് മാറി. അപ്പൊ അങ്ങനെയും ചെയ്യാം. അപ്പൊ അതുപോലെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ബൈ വാട്ട് ഫ്രാക്ഷൻ? ഏത് ഫ്രാക്ഷൻ ഈ ലോങ്ങർ സൈഡിന്റെ എത്ര ഭാഗം? മനസ്സിലായില്ലേ? ലോങ്ങർ സൈഡിന്റെ എത്ര ഭാഗം ഈ ലോങ്ങർ സൈഡിൽ നിന്നും ഡിക്രീസ് ചെയ്താലും ഇതൊരു സ്ക്വയർ ആയിട്ട് മാറും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. ലോങ്ങർ സൈഡ് എത്രയാണ്? അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ നോക്കാം. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ 5x ആണ് നമ്മുടെ ലോങ്ങർ സൈഡ്. ഇതിൽ നിന്നും എത്ര ഡിക്രീസ് ചെയ്താലാണ് നമുക്ക് 4x കിട്ടുക? x മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? 5xൽ നിന്നും ഒരു x പോയി കഴിഞ്ഞാൽ 4x ആയിട്ട് മാറി. അപ്പോൾ ഈ x മൈനസ് ചെയ്യണമെങ്കിൽ ഈ x ആണ് 5xന്റെ എത്ര ഭാഗമാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് 5xനെ ഏതോ ഒരു ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ x കിട്ടിയത്. അപ്പോഴാണ് ഈ x എന്നിട്ട് 5xൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ 4x കിട്ടിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ x കിട്ടണമെങ്കിൽ 5xന്റെ കൂടെ എന്താണ് ഏത് ഫ്രാക്ഷൻ ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അപ്പം നമ്മൾ ഈ ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ x എന്ന് പറയുന്നതിനെ 5xന്റെ അപ്പുറത്തേക്ക് പോയപ്പോൾ ഇത് താഴത്തേക്ക് പോയി. എക്സും വെട്ടിപ്പോയി. എക്സിൽ ഒരു പ്രാവശ്യം, അതായത് 1/5. അപ്പോൾ ഈ 1/5 എന്ന ഫ്രാക്ഷൻ കൊണ്ട് 5xനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര ഭാഗമാണ് 5xന്റെ കൂടെ 5xൽ നിന്നും ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്ക്വയർ ആയിട്ട് മാറും? 5xന്റെ എത്ര ഭാഗം? 5xന്റെ എത്ര ഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് 5x ഇൻറ്റു ചെയ്യുക. ഇൻറ്റു നമുക്കിപ്പോൾ എത്ര ഫ്രാക്ഷൻ കിട്ടി? 5. ശരിയാണോ എന്ന് നോക്കി നോക്കാം. 5xന്റെ 1/5 ഭാഗം എന്ന് പറഞ്ഞാൽ x. ആ ഭാഗം 5xൽ നിന്നും ഡിക്രീസ് ചെയ്യുമ്പോൾ അത് സ്ക്വയർ ആയി മാറില്ലേ? 4x ആയി. അപ്പോൾ നീളവും വീതിയും ഈക്വൽ ആയി. അപ്പോൾ അതൊരു സ്ക്വയർ ആയിട്ട് മാറി. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 2 quantities are in the ratio 3:5. If the smaller alone is made 4 times the original, what would the ratio be? ഇപ്പോൾ 2 ക്വാണ്ടിറ്റീസ് ആണ്. അത് എന്തിൻ്റെ അളവുകളാണെന്ന് പറയുന്നില്ല, പക്ഷെ അതിൻ്റെ റേഷ്യോ പറയുന്നു 3:5. If the smaller alone is made 4 times the original, what would the ratio be? The സ്മോളറിനെ തന്നെ, അതായത് 3 ആണല്ലോ ഇത് സ്മോളർ ക്വാണ്ടിറ്റി, അതിനെ തന്നെ 4 ടൈംസ് ഒറിജിനലിനേക്കാൾ 4 ടൈംസ് കൂട്ടിയാൽ what would be the ratio be? അപ്പോൾ എത്ര
വരുന്ന റേഷ്യോ. ഇപ്പോൾ 3:5 ആണ്. ഇനി ഇതിലത്തെ അപ്പം ഇതിനെ നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റീസ് നമുക്ക് 3x 5x ആയിട്ട് എടുക്കാം. ഇനി 3xനെ 4 ടൈംസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ 3x × 4 ആവും അല്ലേ, അതായത് 12x. അങ്ങനെയാണ് ഈ പുതിയ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ 3x എന്നുള്ളത് 12x ആയിട്ട് മാറി. ഇതിന് മാറ്റമൊന്നുമില്ല, 5x തന്നെ. ഇനി ഇതിനെ നമുക്ക് ഒരു റേഷ്യോ ആക്കി മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? സാധാരണ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, റേഷ്യോ ആക്കാനായിട്ട് രണ്ടിലും ഒരേപോലെ ഡിവൈഡ് ചെയ്ത് പോകുന്നത് ഏത് നമ്പറാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് പരമാവധി ലോവസ്റ്റ് ഫോമിലേക്ക് മാറ്റിയിടുക. അതാണ് നമ്മൾ ചെയ്യുക സാധാരണ. അപ്പോൾ ഇതിലിപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് പോകുന്നത്, കോമൺ ആയിട്ട് രണ്ടിൽ x ഉണ്ട്. അപ്പോൾ രണ്ടിന് നിങ്ങൾക്ക് x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x രണ്ടിലും വെട്ടിപ്പോയി. ഇനി 12ഉം 5ഉം ഉണ്ട്. 12ലും 5ലും കോമൺ ആയിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നമ്പർ ഉണ്ടോ? 1 ഒഴിച്ച് ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞ ആൻസർ 12:5. ഇത്രയുള്ളൂ. അതിലെന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. If the smaller side is doubled and larger side is halved, what would be the ratio? ഇനി ചെറിയ സൈഡിനെ ഡബിൾ ചെയ്തു. അപ്പൊ ചെറിയ സൈഡ് ഏതാണ്? നമ്മുടെ 3x. അപ്പൊ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3ഉം 5നെയും എടുത്തിട്ട് അങ്ങോട്ട് ചെയ്യരുത്, 3x 5x ആക്കുക. ഏതാണോ റേഷ്യോ വന്നിരിക്കുന്നത് അതിൻ്റെ ഒക്കെ കൂടെ x ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ നമ്മൾ ചെയ്തോളോ, അല്ലെങ്കിൽ തെറ്റും. ഇത് 3xും ഇത് 5xും ആയി. ഇനി 3xനെ എന്താ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്? ചെറിയ സ്മോൾ സൈഡിനെ ഡബിൾ ചെയ്യുന്നു. അപ്പോൾ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 6x ആയി മാറി. 5xനെ ഹാഫ് എടുക്കാനാണ് പറഞ്ഞത്. ലാർജർ സൈഡിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ബൈ 2. 5ന്റെ പകുതി എത്രയാ? 2.5 അല്ലേ? 2 and 1/2 x ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് പുതിയ റേഷ്യോ കിട്ടിയില്ലേ? ഏതാണ് പുതിയ റേഷ്യോ? 6x and 2 and 1/2 x. അപ്പോൾ നമ്മൾ ലോവസ്റ്റ് ഫോമിലേക്ക് മാറ്റിയിടും എന്ന് പറയുന്ന പോലെ തന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരെണ്ണം ഓൾ നമ്പറും ഒരെണ്ണം ഫ്രാക്ഷൻ ആയിട്ട് എടുക്കല്ലേ. അപ്പോൾ ആ ഫ്രാക്ഷനമാക്കി രണ്ടും ഓൾ നമ്പർ ആക്കിയിടല്ലേ നല്ലത്. അപ്പം നമുക്ക് ഇതിനെ ഓൾ നമ്പർ ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 2.5നെ ഓൾ നമ്പർ ആക്കാൻ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. അപ്പം ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ ചെയ്യുമ്പോൾ 2.5 ഇൻറ്റു 2.5 എത്രയാ? 5. അപ്പോൾ ഇത് 5x ആയിട്ട് മാറി. ഇത് 6 × 2 12 ആയിട്ടും മാറി. 12x 5x. ഇനി എന്ത് ചെയ്യാം? രണ്ടിലും 5 അല്ല, രണ്ടിലും x ഉണ്ട്, അത് രണ്ടും കളയാം. പിന്നെയുള്ളത് 12ഉം 5ഉം. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകാൻ വല്ലതുണ്ടോ? ബാക്കി എന്തെങ്കിലും ഡിവൈഡ് ചെയ്ത് പോവോ? ഇല്ല. അപ്പോൾ 12:5. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേ? ലാർജർ സൈഡിനെ ഒന്നും ചെയ്തില്ല, സ്മോളർ സൈഡിനെ 4 ടൈംസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതെന്തായി മാറി? റേഷ്യോ 12:5 ആയി മാറി. പിന്നെ എന്താ ചെയ്തത്? സ്മോളർ സൈഡിനെ 2 ഡബിളാക്കി, അതിൻ്റെ ഒപ്പം ലാർജർ സൈഡിനെ പകുതിയുമാക്കി. അപ്പോഴും 12.5 അല്ല, 12:5 തന്നെ. അപ്പം രണ്ടും ചെയ്തത് ഈക്വൽ തന്നെയാണെന്ന് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ദ കപ്പാസിറ്റീസ് ഓഫ് 2 ബോട്ടിൽസ് ആർ ഇൻ ദ റേഷ്യോ 3:4. ഇപ്പം 2 ബോട്ടിൽസ് ഉണ്ട്, അതിൻ്റെ കപ്പാസിറ്റി 3:4 ആണ്. സ്മോളർ ബോട്ടിൽ വാസ് ഫിൽഡ് ട്വൈസ്. ഇപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റിയുടെ റേഷ്യോ ഇതാണെങ്കിൽ കപ്പാസിറ്റി നമുക്ക് 3x ലിറ്ററും മറ്റേതിൻ്റെ വലിയ ബോട്ടിലിൻ്റെ 4x ലിറ്ററും ആണെന്ന് വിചാരിക്കാം. അതിൽ സ്മോളർ ബോട്ടിൽ വാസ് ഫിൽഡ് ട്വൈസ്. സ്മോളർ ബോട്ടിൽ 2 പ്രാവശ്യം നിറച്ചു. ആൻഡ് ലാർജർ ബോട്ടിൽ വാസ് ഫിൽഡ് ആൻഡ് എംപ്റ്റീഡ് ഇൻടു എ വെസൽ. വേറൊരു പാത്രത്തിലേക്ക് സ്മോളർ ബോട്ടിൽ കൊണ്ട് 2 പ്രാവശ്യവും ലാർജർ ബോട്ടിൽ കൊണ്ട് 1 പ്രാവശ്യവും വെള്ളം നിറച്ച് ഒഴിച്ചു. അതുപോലെ ട്വൈസ് സ്മോളർ ആൻഡ് ഹാഫ് ദ ലാർജർ. ചെറുത് 2 എണ്ണവും വലിയ ബോട്ടിൽ ഹാഫും എടുത്തിട്ട് വേറൊരു കണ്ടെയ്നറിലേക്കും ഒഴിച്ചു. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഇൻ ദ 2 വെസൽസ്? അങ്ങനെയാണെങ്കിൽ ആ വെസലിൽ ഇപ്പം എത്ര വെള്ളം ഉണ്ടായിരിക്കും? അതായത് 3x ചെറിയ ബോട്ടിലിൽ 2 പ്രാവശ്യം ഒഴിച്ചിട്ടുണ്ട്. അപ്പം 3x എത്ര വട്ടം ഒഴിച്ചു? 2 വട്ടം. അതിൻ്റെ കൂടെ 4 ലാർജർ ബോട്ടിലിൽ ഒരൊറ്റ വട്ടം എടുത്തിട്ട് എംപ്റ്റി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 4x. അപ്പം മൊത്തം 3 + 4 എന്ന് പറയുമ്പോൾ 10x ലിറ്റർ ആണ് ഒരു കണ്ടെയ്നറിൽ ഒരു വെസലിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തിൽ ട്വൈസ് സ്മോളർ 2 പ്രാവശ്യം എടുത്തു. അപ്പോൾ 3x + 3x. ഇനി പിന്നെയോ ഹാഫ് ദ ലാർജർ
ലാർജറിന്റെ പകുതി എടുത്തോളൂ, അതായത് 4x/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പകുതി എന്ന് പറയുമ്പോൾ 2x അല്ലേ. ഇത് എത്ര 3 3 6 2 8, അതായത് 8x ലിറ്റർ രണ്ടാമത്തെ കണ്ടെയ്നറിലും ഒഴിച്ചു. എങ്കിൽ വാട്ട്സ് ദ റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ? അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വെസലിലും ഒരെണ്ണത്തിൽ ഇപ്പോൾ 10x ലിറ്ററും ഉണ്ട്, ഒരെണ്ണത്തിൽ 8x ഉണ്ട്. അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇനി കണ്ടുപിടിക്കാൻ എന്താ കുഴപ്പം? 10x ഒരെണ്ണം 8x. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റേഷ്യോ ആക്കാനായിട്ട് ആദ്യം കോമൺ ആയിട്ടുള്ള എക്സ് ആദ്യം ഇങ്ങോട്ട് കളഞ്ഞു. 10ലും 8ലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? സൂക്ഷിച്ചു നോക്കൂ. 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇല്ലേ? രണ്ടിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 ഇതിൽ 5 ടൈംസ് പോയി, ഇതിലാണെങ്കിൽ 4 പോയി. അപ്പോൾ 5:4. ഇനി ഇതിലൊന്നും പോയില്ല. അപ്പോൾ റേഷ്യോ കിട്ടി. അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇൻ ദ എബവ് പ്രോബ്ലം വാട്ട് ഇഫ് ദ കപ്പാസിറ്റീസ് ഓഫ് ദ ബോട്ടിൽ ആർ ഇൻ ദ റേഷ്യോ 4:7? 3:4 എന്ന അതായിരുന്നു ആ ബോട്ടിൽസിന്റെ കപ്പാസിറ്റി. ഇനി അതല്ല 4:7 ആണ് ഈ ബോട്ടിൽസിന്റെ കപ്പാസിറ്റി എങ്കിൽ ഈ കണ്ടെയ്നറുകളിൽ നമ്മൾ ഒഴിച്ച് ഈ പാത്രങ്ങളിലത്തെ വെള്ളത്തിന്റെ റേഷ്യോ അപ്പം എത്രയായിരിക്കും? അപ്പം അത് നമുക്ക് നോക്കാം. 4:7 ആയിരുന്നു ആ ബോട്ടിൽസിന്റെ കപ്പാസിറ്റി എങ്കിൽ അപ്പൊ ആദ്യത്തെ വെസലിൽ എങ്ങനെ ഒഴിച്ചത്? ഇത് 4x ഇത് 7x മാറി. ഇനി അപ്പൊ ആദ്യത്തെ കണ്ടെയ്നറിൽ കൊണ്ടുപോയിട്ട് ഒഴിച്ചത് ഈ ചെറിയ ബോട്ടിൽ കൊണ്ട് 2 ബോട്ടിലാണ് ഒഴിച്ചത്. 4x + 4x, പിന്നെ 7x ഒരു വട്ടവും ഒഴിച്ചു. അപ്പൊ എത്രയും മൊത്തം 4 + 4 8 + 7 15x ലിറ്റർ ആണ് അപ്പോൾ ആ കണ്ടെയ്നറിൽ ഒഴിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കണ്ടെയ്നറിൽ 4x 2 വട്ടം എടുത്തു അല്ലേ? 2 പ്രാവശ്യം സ്മോളർ ബോട്ടിലും ലാർജർ ബോട്ടിലിന്റെ പകുതി 7x/2 ആണ് എടുത്തത്. 7x/2 എന്ന് പറയുന്നത് ഇത് എത്രയാവും? 7ന്റെ പകുതി എത്രയാ? 7ന്റെ പകുതി 3.5 അല്ലേ? 3 × 1/2x. അപ്പൊ ഇത് എത്ര വന്നു? 4 + 4 8 + 3 11 and 1/2x ലിറ്റർ. ഇത്രയുമാണ് രണ്ടാമത്തെ കണ്ടെയ്നറിലും ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. 15x and 11 and 1/2x. അപ്പൊ എക്സും എക്സും ആദ്യം തന്നെ കളഞ്ഞു. ഇനിയുള്ളത് 15ഉം 11ഉം. ഇതിൽ രണ്ടിനും കോമൺ ആയിട്ടൊന്നും പോവില്ല, പക്ഷെ ഒരെണ്ണം ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഫ്രാക്ഷൻ ആരാന്നുള്ള ഫ്രാക്ഷനുകളെ നമുക്ക് 2 കൊണ്ട് ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെയും മൾട്ടിപ്ലൈയിങ് ബൈ 2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 × 2 എത്ര വരാ? 30 is 2. 11.5 × 2 എന്ന് പറയുമ്പോൾ 11.5 + 11.5 എത്ര വരാ? 23 അല്ലേ? 23. അപ്പൊ അതിന്റെ അര പോയി കിട്ടി, ഫ്രാക്ഷൻ പോയി. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഇനി ഒന്നും ഡിവൈഡ് ചെയ്ത് പോവില്ല, 30ഉം 23ഉം. അപ്പോ ഇങ്ങനെ 4:7 ആയിരുന്നു ആ ബോട്ടിൽസിന്റെ കപ്പാസിറ്റി എങ്കിൽ ആ കണ്ടെയ്നറിൽ ഒഴിച്ചിട്ടുള്ള വെള്ളങ്ങളുടെ 2 വെസൽസിലുള്ള വെള്ളത്തിന്റെ റേഷ്യോ എന്ത് വരും? പുതിയ റേഷ്യോ 30:23. ഇനി ആ ആക്ടിവിറ്റീസിലത്തെ ലാസ്റ്റ് വൺ. The breadth and length of 2 rectangles are in the ratio 2:3 in another rectangle whose breadth is 1 cm less and length is 3 cm less than those of the first. This ratio is 3:4. Calculate the breadth and length of both rectangles. ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് 2:3 എന്ന റേഷ്യോയിലാണ്. അപ്പൊ നമുക്ക് ബ്രെഡ്ത്ത് 2x ആൻഡ് ലെങ്ത് 3x എന്ന് എഴുതാം. ഇനി പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്താ? രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ പ്രത്യേകത ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്തിൽ നിന്നും -1 ആണ് അതിന്റെ ബ്രെഡ്ത്ത്. അതുപോലെ തന്നെ രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത്തിൽ നിന്നും 3 മൈനസ് ചെയ്തതാണെന്നും പറഞ്ഞിരിക്കുന്നു. ഇനി ഇതിന്റെ അങ്ങനെ കിട്ടിയിരിക്കുന്ന ഈ റെക്ടാങ്കിളിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 3:4. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിനി പുതിയ റേഷ്യോ തന്നിട്ടുള്ളത് നമ്മൾ ചെയ്തതാണ്. എങ്ങനെ വരാ? 2x - 1 is to 3x - 3 എന്ന് പറയുന്നത് 3:4 ആണ്. ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ 2 റേഷ്യോ ഇങ്ങനെ ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ അറ്റത്ത് എടുക്കുന്നതും ഈ അറ്റത്ത് എടുക്കുന്നതും തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഇത് രണ്ടും
ഇതിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ മുന്നേ പഠിച്ചു അല്ലേ. ഒരു റേഷ്യോയ്ക്ക് ചേഞ്ച് വന്നിട്ട് വേറൊരു റേഷ്യോ ആയിട്ട് മാറി അല്ലേ. ആ റേഷ്യോയ്ക്ക് വരുത്തിയ ചേഞ്ച് വരുത്തിയത് നമ്മൾ എഴുതി, അത് ഈക്വൽ ആയിരിക്കും ആ റേഷ്യോ. ഇനി എന്തോന്നു, 2x - 1 into 4 equals 3x - 3 into 3. ഇങ്ങനെയല്ലേ വരാം. 2x - 4 into 2x - 1 into 4 എന്ന് പറയുമ്പോൾ 8x - 4 equals 9x - 9. ഇങ്ങനെയല്ല വന്നേ. 3 into 3 9, 3 into 3 9 വന്നു. ഇനി നമുക്ക് ഈ വേരിയബിൾസിന്റെ ഭാഗം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാം, നമ്പറൊക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാം. 8x അങ്ങോട്ട് കൊണ്ടുപോയിട്ട് -9 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ -4 ഓൾറെഡി എടുക്കുന്നുണ്ട്. -4 - 9 ഈക്വൽ ടു ഇപ്പുറത്ത് ചെന്നപ്പോൾ +9 ആയിട്ട് മാറി. ഇവിടെ 9x ഉണ്ടായിരുന്നു, 8x അപ്പുറത്തേക്ക് പോയി -8x ആയിട്ട് മാറി. therefore 9x - 8x എന്ന് പറയുമ്പോൾ x, -4 + 9 എന്ന് പറയുമ്പോൾ എന്താ വരാ, ഓപ്പോസിറ്റ് സൈൻസ് തമ്മിൽ വെവ്വേറെ, ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവുമാണ്. ആ നെഗറ്റീവും പോസിറ്റീവും കൂടി ആഡ് ചെയ്യാമെന്നാൽ എന്താ ചെയ്യുക, വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം അല്ലേ. വലിയ നമ്പർ ഇവിടെ 9 ആണ്, അപ്പോൾ 9ൽ നിന്നും 4 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക, 5 കിട്ടും. വലിയ നമ്പറിന്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 5 ഈക്വൽസ് എക്സ്, അതായത് x ഈക്വൽസ് 5 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി ഈ രണ്ട് റെക്ടാങ്കിൾസിന്റെയും ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാലോ. ഫസ്റ്റ് 2x ഉം 3x ആയിരുന്നു. 2x ആണ് ബ്രെഡ്ത്ത്, 3x അതായത് 2:3 എന്ന റേഷ്യോയിലായിരുന്നു. x 5 കിട്ടി. അപ്പോൾ the breadth of the first rectangle എത്ര വരാ, 2 into 5 equals 10 cm വന്നു ബ്രെഡ്ത്ത്. ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് റെക്ടാങ്കിൾ 3x ആണ്, അത് 3 into 5 equals 15 cm, അതും കിട്ടി. അപ്പൊ ഒന്നാമത്തെ റെക്ടാങ്കിളിന്റെ നീളവും വീതിയും കിട്ടി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കിട്ടാൻ പ്രശ്നമില്ല. കാരണം എന്താ, റിലേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നാമത്തെ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്തിൽ നിന്നും 1 മൈനസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 1 സെന്റിമീറ്റർ ലെസ്, അപ്പൊ 10ൽ നിന്നും 1 പോയി, അപ്പോൾ 9 സെന്റിമീറ്റർ ആണ് രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത്. ഇനി രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ലെങ്തോ, ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത്തിൽ നിന്നും 3 മൈനസ് ചെയ്യുന്നതാണെന്നും പറഞ്ഞിട്ടുണ്ട്, അപ്പൊ 12 സെന്റിമീറ്റർ. അപ്പൊ എല്ലാത്തിന്റെയും നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയില്ലേ.